നമസ്കാരം. 2022 ഫെബ്രുവരി 6 അന്ന് എല്ലാ ആളുകളും ടി വിയിൽ അങ്ങനെ ലയിച്ചിരിക്കുകയാണ്. നമ്മുടെ വാനമ്പാടി ലതാ മങ്കേഷ്കർ മരിച്ചത് ആ ദിവസമാണ്. സകല ടി വി ചാനലുകളിലും ലതാ മങ്കേഷ്കറുടെ പാട്ടുകൾ ഒന്നൊന്നായി കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഗായികമാരും ഗായകന്മാരും സിനിമയുമായും അല്ലാതെയൊക്കെ ബന്ധമുള്ള ആളുകളൊക്കെ വന്ന് ലതാ മങ്കേഷ്കറെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് തോമസ് മാമന്റെ വീട്ടിൽ ഒരു ഫോൺ കോൾ വരുന്നത്. അപ്പോൾ സമയം ഏകദേശം 2 മണിയായിട്ടുണ്ടാവും. കോള് വിളിച്ചയാള് തോമസ് മാമനോട് പറഞ്ഞത് തോമസ് മാമന്റെ ചെടികൾ വിൽക്കുന്ന കടയിൽ അയാൾ വന്നപ്പോൾ അവിടെ ആരെയും കാണുന്നില്ലെന്നാണ്. അത് കേട്ടപ്പോൾ തോമസ് മാമന് ഭയങ്കര അതിശയം. അവിടെ ജോലിക്ക് ആളുള്ളതാണല്ലോ, ആളെവിടെ പോയി? തോമസ് മാമൻ ഫോൺ വിളിച്ചയാളോട് പറഞ്ഞു, സാരമില്ല, ഞാനിതാ വരുന്നു. അങ്ങനെ പറഞ്ഞ തോമസ് മാമൻ അതിവേഗം സ്ഥലത്തെത്തി. അയാളുടെ സ്ഥലത്തെത്തുമ്പോൾ തോമസ് മാമനെ വിളിച്ച കക്ഷി റോഡിൽ നിൽക്കുകയാണ്. പേരൂർക്കട അമ്പലമുക്ക് കവടിയാർ റോഡിൽ അമ്പലമുക്ക് ജംഗ്ഷനിൽ നിന്ന് MG കോളേജിലേക്ക് പോകുന്ന റോഡിലേക്ക് തിരിഞ്ഞിട്ട് കുറവങ്കോണത്തേക്ക് തിരിയുന്ന ആ ഭാഗത്താണ് ഈ തോമസ് മാമന്റെ ചെടികളുടെ നഴ്സറി ഉള്ളത്. ആ നഴ്സറിയുടെ മുന്നിൽ തോമസ് മാമൻ എത്തി അവിടെ കാത്തുനിന്ന ആളുമായിട്ട് അയാൾ അകത്തേക്ക് കടന്നു. ശരിക്കും തോമസ് മാമനെ ആ ചെടി വാങ്ങാൻ വന്ന ആള് വിളിച്ചപ്പോൾ തന്നെ തോമസ് മാമൻ ഫോൺ കട്ട് ചെയ്തിട്ട് വിനിതയുടെ ഫോണിലേക്ക് വിളിച്ചിരുന്നു. വിനിതയുടെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ വിനിതയെ കിട്ടിയില്ല. കിട്ടാതെ വന്നപ്പോൾ മറ്റൊരു ജീവനക്കാരിയായ സുനിതയെ വിളിച്ച് അവിടേക്ക് വരാനായി തോമസ് മാമൻ പറയുകയും ചെയ്തിരുന്നു. തോമസ് മാമൻ വിനിത വിനിത എന്ന് വിളിച്ചുകൊണ്ട് താഴോട്ട് ഇറങ്ങുമ്പോഴാണ് സുനിത അങ്ങോട്ടേക്ക് വരുന്നത്. തോമസ് മാമനും സുനിതയും വിനിത എന്ന് വിളിച്ചുകൊണ്ട് ആ റോഡിൽ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ കാണുന്ന വീട്ടിലോട്ട് ഇറങ്ങി. ആ വീടിന്റെ വാതിൽ തുറന്നു കിടക്കുകയാണ്. ഏയ് വിനിത, നീ എവിടെ പോയി? അങ്ങനെ സുനിത ചോദിക്കുമ്പോൾ അകത്ത് വിനിതയുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. തോമസ് മാമൻ സുനിതയ്ക്കൊപ്പം ആ വീട് മുഴുവൻ ഒന്ന് പരിശോധിച്ചു. അവിടെ വിനിതയുടെ ഒരു ലക്ഷണവുമില്ല. പുറകിലായിട്ടാണ് ചെടികളൊക്കെ സൂക്ഷിക്കുന്നത്. ആ ചെടികൾ സൂക്ഷിക്കുന്ന ഭാഗത്തെങ്ങാനും ഇനി വിനിത നിൽക്കുകയായിരിക്കുമോ? അങ്ങനെ തോന്നിയ തോമസ് മാമനും സുനിതയും കൂടി ആ ചെടി വാങ്ങാൻ വന്ന ആളിനൊപ്പം ആ വീടിന്റെ പുറകിലോട്ട് നടന്നു. പുറകിൽ ചെടികളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഷെഡ് പോലെ സംവിധാനമുണ്ട്. അതുപോലെ തന്നെ ചെടികൾ അടുക്കി വെച്ചിരിക്കുന്ന ഒത്തിരി ഏരിയ ഉള്ള സ്ഥലമാണ്. ആ ഭാഗത്തേക്ക് നടക്കുമ്പോൾ തന്നെ തോമസ് മാമന്റെ കണ്ണിൽ ഒരു കാഴ്ചപ്പെട്ടു. 1-2 ചെടിച്ചട്ടികൾ മറിഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ചയാണ് അദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെട്ടത്. അത് ആ വീടിന്റെ ഇടത് ഭാഗത്തായിട്ടാണ്. ആ പ്ലാസ്റ്റിക് കൊണ്ട് മേഞ്ഞ ഷെഡിനകത്തേക്ക് കിടന്ന തോമസ് മാമനും സുനിതയും ആ ചെടിച്ചട്ടികൾ മറിഞ്ഞു കിടക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ടാണ് അകത്തേക്ക് വരുന്നത്. അപ്പോഴാണ് അവരുടെ ശ്രദ്ധയിൽ ആ കാഴ്ചപ്പെട്ടത്. വല കൊണ്ട് മൂടിയ ഒരു മേഖലയിൽ 2 കാലുകൾ ആ വലയ്ക്കുള്ളിലൂടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് അവർ ആ കാഴ്ച കണ്ടത്. ഒറ്റ നോട്ടത്തിൽ തന്നെ അതൊരു സ്ത്രീയുടെ കാലാണെന്ന് എന്തോ ഒരു തോന്നൽ സുനിതയ്ക്കും തോമസ് മാമനും ഉണ്ടായി. 2 പേരും ഓടി ആ വലയുടെ അടുത്ത്. തോമസ് മാമൻ പെട്ടെന്ന് ആ വല ഒന്ന് പൊക്കിയതും ശരിക്കും അതൊക്കെ ഞെട്ടി. അദ്ദേഹത്തിന്റെ ആ നഴ്സറിയിൽ ജോലി ചെയ്തിരുന്ന വിനിതയാണ് അവിടെ അങ്ങനെ കിടക്കുന്നത്. തൊട്ടുപുറകെ എത്തിയ ആ ചെടി വാങ്ങാമെന്ന ആളും ആ കാഴ്ച വ്യക്തമായി കണ്ടു. ശരിക്കും ആ മൂവരും ആ കാഴ്ചയിൽ വലത് അമ്പരന്ന് പോവുകയാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ അവിടെ അങ്ങനെ കിടക്കുന്ന വിനിതയ്ക്ക് എന്തോ അപകടം പറ്റുന്ന ഒരു തോന്നലും അവർക്കുണ്ടായി. അതിന്റെ കാരണം കഴുത്തിൽ കണ്ട മുറിവും രക്തവുമാണ്. ശരിക്കും വിനിതയുടെ കഴുത്ത് മുറിക്കപ്പെടുകയോ ചെയ്തിരിക്കുകയാണ്. ഉടൻ തന്നെ അവർ ആ വിവരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അറിയിച്ചു. അപ്പോൾ സമയം ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. വിവരം കിട്ടിയതും സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജികുമാർ സംഘവും ഉടൻ തന്നെ സ്ഥലത്തെത്തി. ഈ സംഭവ സ്ഥലത്ത് നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് പേരൂർക്കട പോലീസ് സ്റ്റേഷൻ. ഇൻസ്പെക്ടർ സജികുമാറും സംഘവും ആ നഴ്സറിയുടെ മുന്നിൽ വാഹനം നിർത്തി ചാടി ഇറങ്ങി നഴ്സറിക്കുള്ളിലേക്ക് കടക്കുമ്പോഴാണ് തൊട്ട് സമീപത്തുള്ള വീടുകളിലെയും അതുവഴി കടന്നു പോകുന്ന ആളുകളുടെ ശ്രദ്ധ ആ പോലീസ് ജീപ്പിലേക്ക് പതിയുന്നത്. ഇതെന്താ നഴ്സറിയിലേക്ക് പെട്ടെന്ന് പോലീസ് വന്നിരിക്കുന്നത്? ആ ഒരു ചോദ്യത്തോടു കൂടി ചില ആളുകൾ നഴ്സറിയിലേക്ക് എത്തി നോക്കി തുടങ്ങി. ഈ സമയത്ത് അതുവഴി കടന്നുപോയ ആളുകൾ ഏകദേശം ഒരു 150 മീറ്റർ മാത്രം അപ്പുറത്തുള്ള അമ്പലമുക്ക് ജംഗ്ഷനിൽ ആ കാര്യം റിപ്പോർട്ട് ചെയ്തു. തോമസ് മാമന്റെ ആ ചെടി നഴ്സറിയിൽ പോലീസ് പരിശോധിക്കുന്നു എന്ന് മാത്രമാണ് അതുവഴി കടന്നുപോയ ആളുകൾ ജംഗ്ഷനിൽ പറഞ്ഞത്. ജംഗ്ഷനിലുള്ള ലോഡിംഗ് തൊഴിലാളികൾ ഉടൻ തന്നെ ആ ഭാഗത്തേക്ക് ഓടിയെത്തി. അവർ ഓടുന്ന കണ്ടതും വിവിധ കടകളിൽ നിന്ന ആളുകളും റോഡിലുണ്ടായിരുന്ന ആളുകളും ഒക്കെ ആ ഭാഗത്തേക്ക് ഒഴുകിയെത്തി. ശരിക്കും പെട്ടെന്നൊരു ആൾക്കൂട്ടം ആ നഴ്സറിയുടെ മതിലിന് പുറത്തുണ്ടായി. ഈ സമയത്ത് നഴ്സറിക്കുള്ളിലേക്ക് കടന്ന സജികുമാർ സംഘവും തോമസ് മാമൻ കാണിച്ച ആ ഷെഡിന്റെ അടുത്തെത്തി. വല കൊണ്ട് മൂടപ്പെട്ട രീതിയിൽ അവർക്കവിടെ ആ വിനിതയുടെ ബോഡി കാണാം. ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാകുന്ന ശൈലിയിൽ വിനിതയുടെ കഴുത്തിലൂടെ രക്തം അപ്പോഴും വാർന്നൊഴുകുന്നുണ്ട്. സജികുമാർ ഉടൻ തന്നെ
ഫോറൻസിക് വിഭാഗത്തിനെ വിവരം അറിയിച്ചു. ഫോറൻസിക് ടീം എത്തുന്ന അതേ നിമിഷത്തിൽ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി. ഡോഗ് സ്ക്വാഡും ഫോറൻസിക്കാരും എത്തി അവരുടെ രീതിയിലുള്ള അന്വേഷണം ആരംഭിക്കുമ്പോൾ ഇൻസ്പെക്ടർ സജികുമാർ തോമസ് മാമനോട് മരണപ്പെട്ട വ്യക്തിയെക്കുറിച്ച് ചോദിച്ചു തുടങ്ങി. നെടുമങ്ങാട് കരിപ്പൂർ ഭാഗത്തുള്ള വിനിതയാണ് മരണപ്പെട്ടിരിക്കുന്നത്. വിനിത തോമസ് മാമനോടൊപ്പം ജോലി തുടങ്ങിയിട്ട് എത്ര വർഷമായെന്നും വിനിതയുടെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ വളരെ വിശദമായിട്ട് തന്നെ തോമസ് മാമൻ സജികുമാറിനോട് പറയുകയും ചെയ്തു. ആ സമയത്ത് അവിടെയുള്ള മറ്റു ജോലിക്കാരി സുനിത അവൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ വിനിതയെക്കുറിച്ച് പോലീസിനോട് പറഞ്ഞു. വിനിതയെക്കുറിച്ചുള്ള ഒരു ഏകദേശ വിവരം പോലീസ് കളക്ട് ചെയ്യുമ്പോഴേക്കും ഡോഗ് സ്ക്വാഡിന്റെ വിശ്വസ്തനായ ആ പോലീസ് നായ വിനിതയുടെ ബോഡിക്ക് ചുറ്റും മണം പിടിച്ചതിന് ശേഷം അവിടെ നിന്ന് നേരെ ഓടിയത് വലതു ഭാഗത്തുള്ള മതിലിന് നേരെയാണ്. ആ മതിലിനടുത്തേക്ക് ഓടിയെത്തിയ പോലീസ് നായ ചാടി മതിലിന് മുകളിൽ കയറിയിട്ട് പുരയിടത്തിലേക്ക് ചാടി. ആ പുരയിടം വഴി അല്പം ദൂരം ഓടിയ ആ നായ ആ പുരയിടത്തിന്റെ എൻഡിലുള്ള മതിലിനടുത്തെത്തി അവിടെ അങ്ങ് സ്റ്റോപ്പായി. അവിടെ വെച്ച് ആ പോലീസ് നായയുടെ യാത്ര അവസാനിച്ചു. കൊല നടത്തിയ വ്യക്തി അതുവഴി ആ ഭാഗം വരെ എത്തി. അതിനുശേഷം ആ ആളെ ഫോളോ ചെയ്യാൻ ആ നായ്ക്ക് പറ്റുന്നില്ല. ഈ സമയത്ത് ഫോറൻസിക് വിദഗ്ധർ വിനിതയുടെ ബോഡിക്ക് ചുറ്റുമായി കിട്ടാവുന്ന എല്ലാ തെളിവുകളും ശേഖരിക്കുകയാണ്. അപ്പോഴാണ് അവരുടെ ശ്രദ്ധയിൽ ഒരു ചെറിയ കത്തി പെടുന്നത്. പുല്ലൊക്കെ ചെത്തുന്ന ചെറിയ കത്തിയാണ്. പക്ഷെ ആ കത്തി ഏതാനും മിനിറ്റുകൾക്ക് മുമ്പോ അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് മുമ്പോ കഴുകി വൃത്തിയാക്കിയതുപോലെ ഒരു ഫീലിംഗ് ആ ഫോറൻസിക്കാർക്ക് കിട്ടി. അവരത് ശേഖരിച്ചു, കവറിലേക്ക് മാറ്റി. ആ കാര്യം ഇൻസ്പെക്ടർ സജികുമാറിനോട് സൂചിപ്പിക്കുകയും ചെയ്തു. വിനിതയുടെ ബോഡി സൂക്ഷ്മമായി പരിശോധനയ്ക്ക് വിധേയമാക്കിയ ഫോറൻസിക്കർ സജികുമാറിനോട് ഒരു കാര്യം കൂടി പറഞ്ഞു. വിനിതയുടെ കഴുത്തിൽ വിനിതയെ കൊലപ്പെടുത്തിയാണ് ഒന്നിലധികം തവണ കുത്തിയിട്ടുണ്ട്. അതേസമയത്ത് വിനിതയുമായി ആ ആള് ഒരു മൽപ്പിടുത്തം നടത്തിയിരിക്കുകയാണ്. അതിന്റെ ഫലമായിട്ടാണ് ആ ചെടിച്ചട്ടികൾ മറിഞ്ഞു വീണിരിക്കുന്നത്. ആ ചെടിച്ചട്ടികളിൽ നിന്ന് എന്തെങ്കിലും വിരലടയാളം ശേഖരിക്കാൻ പറ്റുമെന്ന് കൂടി ഫോറൻസിക്കാർ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ കിട്ടിയ കത്തിയിൽ നിന്നുള്ള വിരലടയാളവും അവർ ശേഖരിച്ചിട്ടുണ്ട്. കൊല്ലപ്പെടുന്നതിന് മുമ്പ് വിനിതയും വിനിതയെ കൊന്ന വ്യക്തിയും തമ്മിൽ ഒരു മൽപ്പിടുത്തം നടന്നതിന്റെ ഒരു ലക്ഷണം അവിടെ കാണുന്നുണ്ടെങ്കിലും ആ മൽപ്പിടുത്തം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ശബ്ദം അടുത്ത വീടുകളിൽ കേട്ടിട്ടില്ലെന്നാണ് സമീപത്തുള്ള വീട്ടുകാരോട് സംസാരിക്കുമ്പോൾ സജികുമാറിന് മനസ്സിലായത്. കോവിഡിന്റെ ഒരു കാലഘട്ടത്തിന്റെ ബാക്കി സമയമാണ്. അതുമാത്രമല്ല, ഞായറാഴ്ചയാണ്. ലതാ മങ്കേഷ്കറുടെ മരണ വാർത്ത TV-യിൽ ആ സമയത്തും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആളുകളും അവരവരുടെ വീടുകളിൽ തന്നെ ഉണ്ടെന്ന അർത്ഥം. റോഡിൽ അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. സമീപത്തുള്ള വീട്ടുകാരോടും റോഡിലൂടെ ആ സമയത്ത് കടന്നു പോയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന ആളുകളോടൊക്കെ പോലീസ് വിവരങ്ങൾ തിരക്കുന്നുണ്ട്. പക്ഷേ പോലീസിന് പ്രതിയിലേക്ക് പോകാൻ കഴിയുന്ന ശൈലിയിലുള്ള ഒരു തരത്തിലുള്ള ഇൻഫർമേഷനും ആ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല. ഈ സമയത്താണ് വിനിതയുടെ മാതാവും അച്ഛനും വിനിതയുടെ മക്കളും കരിപ്പൂരിൽ നിന്ന് വിവരമറിഞ്ഞ് ആ സംഭവ സ്ഥലത്തേക്ക് വരുന്നത്. ശരിക്കും അവരുടെ വരവ് അവിടെ കൂടി നിൽക്കുന്ന ആളുകളിൽ വല്ലാത്തൊരു സങ്കടമുണ്ടാക്കിയ ഒരു നിമിഷമാണ്. എത്രയോ കാലങ്ങളായിട്ട് ആ നഴ്സറിയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് വിനിത. വിനിതയ്ക്ക് 2 മക്കളാണ്. 11 വയസ്സും 14 വയസ്സുള്ള ആ കുട്ടികൾ ആ നഴ്സറിയുടെ സമീപത്ത് എത്തുമ്പോൾ തന്നെ വല്ലാത്ത കരച്ചിലാണ്. ആ കുട്ടികളുടെ അച്ഛൻ 2 കൊല്ലം മുമ്പ് ഹൃദയ സംബന്ധമായ അസുഖത്താൽ മരണപ്പെട്ടിരുന്നു. ഇപ്പൊ ഇതാ അമ്മയും. ആ കുട്ടികളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നുള്ള ഒരു കാര്യം പോലും അറിയാതെ ആളുകൾ നിശബ്ദരായി ആ കുട്ടികളുടെ കരച്ചിൽ എങ്ങനെ കണ്ടു നിൽക്കുകയാണ്. ഒന്നും പറയാൻ ഇല്ലാത്തൊരു നിമിഷം. വിനിത ആ കുട്ടികളെ വളർത്താൻ വേണ്ടിയാണ് ഈ നഴ്സറിയിൽ ജോലിക്കാരിയായി എത്തിയത്. അധിക നാളുകളായിട്ടില്ല വിനിത ആ നഴ്സറിയിൽ ജോലിക്കാരിയായി എത്തിയിട്ട്. പോലീസ് സ്വാഭാവികമായിട്ടും വിനിതയുടെ വീട്ടുകാരോട് വിനിതയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ തിരക്കി തുടങ്ങി. വിനിതയ്ക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്നാണ് പോലീസിന് ആദ്യം അറിയേണ്ടത്. ശത്രുക്കൾ വിനിതയെ ഫോളോ ചെയ്ത് ആ നഴ്സറിയിൽ ആളുകൾ ആരുമില്ലാതിരുന്ന സമയത്ത് വിനിതയെ കൊലപ്പെടുത്തിയതാണോ? ആ ചോദ്യത്തിന്റെ ഉത്തരം വിനിതയുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടാണ് കളക്ട് ചെയ്യേണ്ടത്. പക്ഷെ അവരുടെ അറിവിൽ വിനിതയ്ക്ക് ശത്രുക്കൾ ആരും തന്നെ ഇല്ല. സ്വാഭാവികമായിട്ടും തോമസ് മാമനോടും സുനിതയോടും പോലീസ് ആ വിവരം തിരക്കി. വിനിതയെ അന്വേഷിച്ച് നേരത്തെ എപ്പോഴെങ്കിലും ആരെങ്കിലും ആ നഴ്സറിയിൽ വന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അങ്ങനെ ഒരു ഓർമ്മ പോലും അവർക്കില്ല. വിനിതയ്ക്ക് അറിഞ്ഞോ അറിയാതെയോ ഒരു തരത്തിലുള്ള ശത്രുതയും ഇല്ല എന്ന് കേട്ടപ്പോൾ പോലീസിന് അത് തികച്ചും ഒരു അതിശയകരമായ കാര്യമായി അനുഭവപ്പെടുകയാണ്. പോലീസിന് അങ്ങനെ തോന്നാനുള്ള കാരണം കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വിനിതയുടെ കഴുത്തിൽ കൊലപാതകി കുത്തിയിരിക്കുന്നത്. ആ കുത്തുകളുടെ ആഴവും ആ കുത്തിന്റെ രീതിയും അത് വ്യക്തമാക്കുകയാണ്. തികച്ചും യാദൃശ്യവശാൽ സംഭവിച്ച ഒരു കുത്തല്ല വിനിതയെ മരണത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. മനഃപൂർവ്വം ബോധപൂർവം
വിനിതയെ ആഞ്ഞു കുത്തിയിരിക്കുകയാണ്. അങ്ങനെ വിനിതയെ ആഞ്ഞു കുത്തണമെങ്കിൽ ആ കൊലപാതകയ്ക്ക് വിനിതയോട് ഒരു ദേഷ്യം ഉണ്ടാകണം. വിനിതയെ വകവരുത്താനായി അയാൾ തീരുമാനിക്കണം. ഇൻസ്പെക്ടർ സജികുമാർ പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ അദ്ദേഹത്തിനും ടീമിനും മനസ്സിലാകുന്നത് ആ കാര്യമാണ്. ഇതിനിടയിൽ ഇൻക്വസ്റ്റ് നടപടികൾ ഏതാണ്ട് അവസാനിച്ചു. ഏകദേശം 6 മണിയോടുകൂടി ബോഡി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. വിനിതയുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ആ നഴ്സറിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വിനിതയുടെ അമ്മ വളരെ വ്യക്തമായി ഒരു കാര്യം നോട്ട് ചെയ്തിരുന്നു. വിനിതയുടെ കഴുത്തിലുണ്ടായിരുന്ന താലിമാല ഇപ്പോൾ അവളുടെ കഴുത്തിൽ ഇല്ല എന്നുള്ള കാര്യമാണ് വിനിതയുടെ അമ്മ നോട്ട് ചെയ്തത്. അവർ അക്കാര്യം ഇൻസ്പെക്ടർ സജികുമാറിനോട് പറയുകയും ചെയ്തു. മോഷണ ശ്രമമാണ് നടന്നിരിക്കുന്നതെന്ന് ആ മാല മിസ്സായെന്ന് കേട്ടപ്പോൾ ഒരു തോന്നൽ പോലീസിനുണ്ടായി. പക്ഷെ അത് പോലീസിന് ഉറപ്പിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളും ആ നഴ്സറിയിലുണ്ട്. വിനിത കൊല്ലപ്പെടുന്ന സമയത്ത് വിനിതയുടെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ വിനിത ചിട്ടി പിടിച്ച് നേടിയ 25,000 രൂപ ഉണ്ടായിരുന്നു. ആ രൂപ അങ്ങനെ തന്നെ ആ ബാഗിലുണ്ട്. അതുപോലെ തന്നെ ആ നഴ്സറിയുടെ ഓഫീസ് പോലുള്ള സംവിധാനത്തിൽ ഇരിക്കുന്ന മേശയിൽ ആ നഴ്സറിയുമായി ബന്ധപ്പെട്ട പണം ഉണ്ടായിരുന്നു. അത് എടുക്കാനും കൊല നടത്തിയ ആൾ ശ്രമിച്ചിട്ടില്ല. ആ നഴ്സറിക്കകത്ത് വിശദമായ ഒരു പരിശോധന കൊലപാതകം നടത്തിയിരുന്നെങ്കിൽ അയാൾക്ക് കുറെ കൂടി പണം ലഭിക്കുമായിരുന്നു. മോഷണമാണ് ലക്ഷ്യമെങ്കിൽ സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു അന്വേഷണം ഏതൊരു മോഷ്ടാവ് നടത്തും. അങ്ങനെ ഒരു ശ്രമമേ ആ മോഷ്ടാവ് നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അയാളെ മോഷ്ടാവെന്ന് വിളിക്കാവൂ എന്ന കാര്യത്തിൽ പോലീസിന് സംശയം. എന്തായിരിക്കാം ഈ കൊലപാതകത്തിന്റെ പിന്നിലെ കാരണം? അങ്ങനെ ഒരു ചോദ്യമാണ് പോസ്റ്റ്മോർട്ടത്തിന് ആ ബോഡി അയക്കുന്ന നിമിഷത്തിൽ സജികുമാറിനും സംഘത്തിനും ഉള്ളത്. സജികുമാറും സംഘവും ഒരു കാര്യം കൂടി വ്യക്തമായി നോട്ട് ചെയ്തിട്ടുണ്ട്. കൊല നടന്നിരിക്കുന്നത് ഞായറാഴ്ച ഉച്ചയ്ക്കാണ്. സാധാരണഗതിയിൽ ഞായറാഴ്ച ആ നഴ്സറിയിൽ ആളുകൾ അധികം ഉണ്ടാകില്ല എന്നറിയാവുന്ന ആരോ ആണ് ഈ കൊല നടത്തിയിരിക്കുന്നത്. വിനിത ഒരു സ്കൂട്ടിയിലാണ് ജോലിക്ക് വരുന്നത്. അവള് ഞായറാഴ്ച ജോലിക്ക് വരുമെന്നും ഉച്ചയ്ക്ക് അവൾ മാത്രമേ ആ നഴ്സറിയിൽ ഉണ്ടാകുമെന്നും വ്യക്തമായി അറിയാവുന്ന ആരോ ആണ് കൊലയ്ക്ക് പിന്നിൽ. വിനിതയെ നിരന്തരമായി നിരീക്ഷിക്കുന്ന ആരോ ഒരാൾ ആ കൊല നടത്തിയതാണ്. ആ ഒരു ധാരണയാണ് ഞായറാഴ്ച വൈകുന്നേരം ഈ വിഷയങ്ങൾ മുഴുവൻ അനലൈസ് ചെയ്യുമ്പോൾ സജികുമാറിനും സംഘത്തിനും ഏകദേശം മനസ്സിലായത്. ഇൻസ്പെക്ടർ സജികുമാർ വിനിതയെ കൊല നടത്തിയ ആളെ കണ്ടുപിടിക്കാൻ വേണ്ടി വിനിതയുടെ ആ മൊബൈൽ ഫോൺ ഒന്ന് ട്രാക്ക് ചെയ്യാൻ തീരുമാനിച്ചു. വിനിതയെ കൊലപ്പെടുത്തിയ വ്യക്തി ഉറപ്പായും വിനിതയെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാകും. ആ ഒരു ധാരണയിലാണ് ഇൻസ്പെക്ടർ സജികുമാർ വിനിതയുടെ കോൾ ഡേറ്റ റെക്കോർഡ് കളക്ട് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തത്. അതേ സമയത്ത് തന്നെ പോലീസ് സംഘം CCTV വിഷ്വലുകൾ ശേഖരിക്കാനുള്ള ഒരു ശ്രമത്തിലേക്കും കടന്നു. ഈ തോമസ് മാമന്റെ ആ നഴ്സറിയിൽ CCTV ഇല്ല. അതുകൊണ്ട് തന്നെ ആ നഴ്സറിയുമായി ബന്ധപ്പെട്ട് വിഷ്വലുകളൊന്നും പോലീസിന് കിട്ടിയതുമില്ല. പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ബോഡി അയച്ചപ്പോഴത്തേക്കും ഞായറാഴ്ച സന്ധ്യ കഴിഞ്ഞു, അവധി ദിവസവുമാണ്. അതുകൊണ്ട് വളരെ കുറച്ച് കടകൾ മാത്രമാണ് അമ്പലമുക്ക് ഭാഗത്ത് തുറന്നിട്ടുള്ളത്. അമ്പലമുക്കിൽ നിന്നോ കുറവുംകുളത്തു നിന്നോ അല്ലെങ്കിൽ സാന്ത്വന ഹോസ്പിറ്റലിലെ മേഖലയിൽ നിന്നോ അതുമല്ലെങ്കിൽ MG കോളേജിന്റെ ഭാഗത്തു നിന്നോ വന്ന ആരെങ്കിലും ആകും വിനിതയെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ആ 4 റോഡും വന്ന് ജോയിൻ ചെയ്യുന്ന പോയിന്റിൽ നിന്ന് ഏകദേശം ഒരു 75-100 മീറ്ററിനകത്താണ് ഈ കൊല നടന്നിരിക്കുന്ന നഴ്സറി സ്ഥിതി ചെയ്യുന്നത്. പോലീസ് CCTV വിഷ്വലുകൾ ഈ 4 റോഡിൽ നിന്നും കളക്ട് ചെയ്യാനുള്ള തീരുമാനമാണ് എടുത്തത്. തിങ്കളാഴ്ച രാവിലെ തന്നെ പോലീസ് സംഘത്തിന് വിനിതയുടെ ഫോണുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കിട്ടി. ഈ ഞായറാഴ്ച ദിവസം വിനിതയ്ക്ക് ഫോൺ വന്നിരിക്കുന്നത് 4 ആളുകളിൽ നിന്നാണ്. ഒരു കോള് തോമസ് മാമൻ വിളിച്ചതാണ്, മറ്റൊന്ന് സുനിത വിളിച്ചതാണ്. ആ 2 കോളുകളും വന്നിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. അതായത് ഒരാള് ചെടി വാങ്ങാനായി ആ നഴ്സറിയിലെത്തി അവിടെ ആരുമില്ല എന്ന് കണ്ട സമയത്ത് ആ നഴ്സറിയുടെ പുറത്ത് കണ്ട നമ്പറിലേക്ക് വിളിച്ചപ്പോൾ തോമസ് മാമൻ എടുത്തിരുന്നല്ലോ. തോമസ് മാമൻ ആ സമയത്ത് വിനിത തിരിച്ചു വിളിച്ചപ്പോഴാണ് ആ കോള് റെക്കോർഡായിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് സുനിതയുടെ കേസ്. ഇതിനു പുറമെ വിനിത വിളിച്ചിരിക്കുന്നത് വിനിതയുടെ അമ്മയും വിനിതയുടെ മക്കളുടെ സുഹൃത്തുക്കളിൽ ഒരാളുടെ അമ്മയുമാണ്. അതല്ലാതെ ഒരു അപരിചിത കോളും വിനിതയ്ക്ക് ആ ദിവസം വന്നിട്ടേയില്ല. സാന്ത്വനം റോഡ്, MG കോളേജ് റോഡ്, കുറവംകോണ റോഡ്, അതുപോലെ അമ്പലമുക്ക് റോഡ്, ഈ 4 റോഡിലേക്കുമുള്ള ആ ജംഗ്ഷന് അടുത്താണ് ഈ നഴ്സറി എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ആ ഭാഗങ്ങളിലുള്ള കിട്ടാവുന്ന CCTV വിഷ്വലുകളൊക്കെ പോലീസ് ശേഖരിച്ചു. അവർക്ക് 17 വിഷ്വലുകൾ കിട്ടി. ആ 17 വിഷ്വലുകളും വ്യക്തമായി പരിശോധിച്ച പോലീസിന് അതിൽ ചില ആളുകളെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നി. അങ്ങനെ തോന്നിയത് 15 ആളുകളുടെ കാര്യത്തിലാണ്. ആ 15 ആളുകളുടെയും വിശദ വിവരങ്ങൾ പോലീസ് അവരറിയാതെ ശേഖരിച്ചു. ആ 15 പേരെയും യഥാർത്ഥത്തിൽ പോലീസ് നിരീക്ഷണത്തിന് വെച്ചു എന്ന് തന്നെ പറയാം. അപ്പോഴാണ് അതിൽ ഒരാളുടെ ചെയ്തിയിൽ പോലീസിന് ഒരു സംശയം തോന്നിയത്. അയാൾ അന്ന് രാവിലെ
ഏകദേശം ഒരു 11 മണിയോടുകൂടി ഈ നേഴ്സുടെ സമീപത്ത് വന്നിരുന്നു. ഒരു 11:20 വരെ അയാൾ ആ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം അയാൾ തിരിച്ചു പോയിട്ടുമുണ്ട്. ആ വിഷ്വൽ ഈ 17 വിഷ്വലുകളുടെ ഭാഗമായി പോലീസിന് കിട്ടിയതാണ്. പോലീസ് അവർക്ക് സംശയം തോന്നിയ 15 ആളുകളെയും നിരീക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ ശരിക്കും അവർക്ക് 14 ആളുകളുടെ വെയർബോർഡ്സ് മാത്രമേ കിട്ടിയുള്ളൂ. ആ 15-ാമനെയാണ് അവർക്ക് കിട്ടാത്തത്. ആ 15-ാമൻ ഒരു ഫുൾ സ്ലീവ് ഷർട്ടാണ് ധരിച്ചിരിക്കുന്നത്. കോവിഡ് കാലഘട്ടമായതുകൊണ്ട് അയാൾ മാസ്ക് വെച്ചിട്ടുണ്ട്, ഒരു തൊപ്പിയും വെച്ചിട്ടുണ്ട്, ഒരു ഷർട്ടും പാൻസുമാണ് അയാളുടെ വേഷം. അയാൾ ആ 11 മണിക്കും 11:20 ഇടയിൽ ആ ക്യാമറ വിഷ്വൽ വന്നത് ഒരു സംശയാസ്പദമായ കാര്യമാണ്. പക്ഷെ അതിനുശേഷം അയാളെ നിരീക്ഷിക്കാനായി പോലീസ് ശ്രമിച്ചെങ്കിലും വേണ്ടത്ര ഇൻഫർമേഷൻ അയാളുമായി ബന്ധപ്പെട്ട് കിട്ടിയില്ല. അവിടെ ഒരു അസ്വാഭാവികത പോലീസിന് തോന്നി. പോലീസ് ആ വ്യക്തിയുടെ ചുറ്റും ഒരു ചുവന്ന വൃത്തം വരച്ചു. നിരീക്ഷിക്കേണ്ട, പഠിക്കേണ്ട, അന്വേഷിക്കേണ്ട ഒരാളാണ് ആ ചുവന്ന വൃത്തത്തിലെന്ന് സജികുമാർ സംഘവും ഉറപ്പാക്കി. അയാളുടെ ആ ഫോട്ടോ പലരെയും കാണിച്ചപ്പോൾ ആരും അയാളെ അതിനു മുമ്പ് കണ്ടിട്ടുള്ളതായി ഒരു സൂചനയും പോലീസ് നൽകുന്നില്ല. അവരാരും കണ്ടിട്ടേ ഇല്ല. അയാൾ തൊപ്പി വെച്ചിരിക്കുകയാണ്, മാസ്ക് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ ലേശം പാടുമാണ്. മാസ്ക് വെക്കുന്ന കാലഘട്ടമായതുകൊണ്ട് അതിൽ അസ്വാഭാവികത ആർക്കും പറയാനും പറ്റില്ല. എന്തായാലും പോലീസിന് അയാളുടെ ആ ബോഡി ലാംഗ്വേജിൽ ഒരു അസ്വാഭാവികത തോന്നി. അതുകൊണ്ട് കുറെ കൂടി സീരിയസ് ആയി അയാളുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലേക്ക് സജികുമാർ സംഘവും കടന്നു. അയാളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മറ്റേതെങ്കിലും CCTV കിട്ടുമോ എന്ന് നോക്കിയപ്പോൾ ഈ നഴ്സറിയിൽ നിന്ന് ഏകദേശം ഒരു 75-100 മീറ്റർ മാറിയുള്ള ആ നാൽക്കവല സാന്ത്വന ഹോസ്പിറ്റലിലേക്കും അമ്പലമുക്കിലേക്കും മുട്ടടയ്ക്കും അതുപോലെ കുറവോണത്തേക്ക് പോകുന്ന ആ ജംഗ്ഷൻ, അവിടെ ഒരു ഓട്ടോയിൽ ഇയാൾ കയറി മുട്ടട ഭാഗത്തേക്ക് പോകുന്നതായി ഒരു CCTV വിഷ്വൽ പോലീസിന് കിട്ടി. ഓട്ടോ പിടിച്ച് മുട്ടട ഭാഗത്തേക്ക് പോയ ആ വ്യക്തിയെ ഫോളോ ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു. പോലീസ് ഈ സാന്ത്വനം ജംഗ്ഷനിൽ നിന്ന് വയലിക്കട വഴി മുട്ടട വരെയുള്ള സകല CCTV വിഷ്വലും ശേഖരിച്ചു. അങ്ങനെ ശേഖരിച്ചപ്പോൾ അവർക്ക് മുട്ടട ജംഗ്ഷന് സമീപത്ത് നിന്ന് ഒരു CCTV വിഷ്വൽ കിട്ടി. ആ മനുഷ്യൻ കയറിയ ഓട്ടോ അവിടെ സ്റ്റോപ്പ് ആയിരിക്കും. മുട്ടട ജംഗ്ഷനിൽ ഇറങ്ങിയ ആ വ്യക്തി അവിടെ നിന്ന് നടന്ന് ചെറുകോട്ട് ലൈൻ വഴി ആലപ്പുറം കുളത്തിന്റെ അടുത്തേക്ക് പോകുന്ന ഒരു വിഷ്വൽ കൂടി പോലീസിന് ആ മുട്ടട ഭാഗത്ത് CCTV വിഷ്വലുകളിൽ നിന്ന് കിട്ടി. ആ വിഷ്വലിനോട് അനുബന്ധിച്ച് പോലീസിന് മറ്റൊരു വിഷ്വലൂടെ കിട്ടി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു ബൈക്കിന്റെ പുറകിൽ ആ മനുഷ്യൻ ഇരുന്ന് പോകുന്ന കാഴ്ചയാണ് വിഷ്വൽ പതിഞ്ഞിരിക്കുന്നത്. നേരത്തെ അയാൾ പോയ ആ കുളത്തിന്റെ അവിടെ നിന്ന് മടങ്ങിപ്പോകുകയായിരുന്ന ഏതൊരു ബൈക്കിൽ ലിഫ്റ്റ് ചോദിച്ച് അയാൾ കയറിയിരിക്കുകയാണ്. മുട്ടട ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് കുളം വരെ പോയി തിരിച്ചു പോയ ആ ആക്ഷൻ പോലീസിൽ ശരിക്കൊരു സംശയം ഉണ്ടാക്കി. സ്വാഭാവികമായിട്ടും പോലീസ് സംഘം ആ കുളത്തിനടുത്തെത്തി. വിരുദ്ധയെ കൊലപ്പെടുത്തിയത് ആ വ്യക്തിയാണെങ്കിൽ അയാള് വിരുദ്ധയെ കൊലപ്പെടുത്തിയ സമയത്ത് അയാളുടെ പുറത്തേക്ക് തെറിച്ചിരിക്കാൻ സാധ്യതയുള്ള രക്തം കഴുകിക്കളയാനായിരിക്കും ചിലപ്പോൾ അയാൾ ആ കുളത്തിന്റെ അടുത്തേക്ക് വന്നത്. അങ്ങനെ ഒരു സംശയം പോലീസിന് തോന്നിയത് കൊണ്ടാണ് പോലീസ് ആ കുളത്തിനടുത്തേക്ക് യഥാർത്ഥത്തിൽ വരുന്നത്. അവര് ആ കുളത്തിന് ചുറ്റും പരിശോധിച്ചു. അവസാനം ആ പരിശോധന കുളത്തിനകത്തേക്കും കടന്നു. കുളത്തിനകത്ത് നടത്തിയ പരിശോധനയിൽ അവർക്കൊരു ഫലം കിട്ടി. അതിനകത്തുനിന്ന് ഒരു കത്തി കിട്ടി. ആ കത്തി കിട്ടിയതും പോലീസ് ഫോറൻസിക്കാരെ വിവരമറിയിച്ചു. അവരെത്തുന്നു, കത്തി കസ്റ്റഡി എടുക്കുന്നു. അതിൽ നിന്ന് എന്തെങ്കിലും ഫിംഗർ പ്രിന്റ് എടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് ആ ഫോറൻസിക്കാർ കടക്കുന്നത്. കാരണം വെള്ളത്തിനകത്താണ് ആ കത്തി കിടന്നത്. വെള്ളത്തിൽ കിടക്കുമ്പോൾ ആ കത്തിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അടയാളങ്ങൾ ചിലപ്പോൾ നഷ്ടമായേക്കും. എന്തായാലും പോലീസ് പ്രതീക്ഷയോടുകൂടി ഫോറൻസിക്കയുടെ റിസൾട്ടിന് വെയിറ്റ് ചെയ്യാണ്. ഈ സമയത്താണ് വളരെ വളരെ നിർണായകമായ ഒരു ഇൻഫർമേഷൻ കൂടി പോലീസ് കണ്ടെത്തുന്നത്. അത് ആ സാന്ത്വനം ജംഗ്ഷനിൽ നിന്ന് ആ വ്യക്തിയെ ഓട്ടോയിൽ കൊണ്ടുപോയ വ്യക്തിയെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ്. ആ വ്യക്തിയും ആ ഓട്ടോയും പോലീസ് കണ്ടെത്തുകയായിരുന്നു. ആ ഓട്ടോ ഡ്രൈവർക്ക് ആ സംഭവം ഓർമ്മയുണ്ട്. ഒരാള് ആ സാന്ത്വനം ജംഗ്ഷനിൽ വെച്ച് കൈ കാണിച്ച് നിർത്തുന്നതും ഓട്ടോയിൽ കയറുന്നതും മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകണമെന്ന് പറഞ്ഞു നോക്കി അയാൾക്ക് നല്ല ഓർമ്മയാണ്. മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് അയാൾ ആ മുട്ടട വഴി MG കോളേജിന്റെ അവിടെ വന്ന് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പക്ഷെ മുട്ടട എത്തിയപ്പോൾ ആ വ്യക്തി വണ്ടി നിർത്താൻ ആവശ്യപ്പെടുകയും പണം കൊടുത്തിട്ട് ഇറങ്ങുകയും ചെയ്തു. മുട്ടട ഇറങ്ങുന്നതിനിടയിൽ ആ ഫുൾ സ്ലീവ് ധരിച്ച വ്യക്തി ഓട്ടോ ഡ്രൈവറോട് അല്പം വെള്ളം ചോദിച്ചത് തണ്ണി ഉണ്ടോന്നാണ്. തണ്ണി എന്ന വാക്ക് സാധാരണഗതിയിൽ നമ്മൾ മലയാളികൾ പറയുന്ന വാക്കല്ല. ചിരിച്ചുകൊണ്ട് ഓട്ടോക്കാരൻ ആ ഓട്ടോ നിന്ന് ഇറങ്ങി അയാൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു. വെള്ളം കുടിക്കുന്നിടയിൽ ഓട്ടോക്കാരനും ആ യാത്രക്കാരനും തമ്മിൽ സംസാരിക്കുകയും ചെയ്തു. സംഭാഷണത്തിനിടയിൽ അയാൾ ചായക്കടയിൽ പണിയെടുക്കുന്ന ഒരാളാണെന്ന് ഓട്ടോക്കാരനോട് പറയുകയും ചെയ്തു. സാന്ത്വനം ജംഗ്ഷനിൽ നിന്ന് മുട്ടടയിൽ ആ ഫുൾ സ്ലീവുകാരനെ കൊണ്ടിറക്കിയ ഓട്ടോക്കാരന്റെ സഹായത്തോടു കൂടി ഒരു സ്കെച്ച് വരച്ചു തുടങ്ങി.
സ്കെച്ച് വരയ്ക്കാൻ വിദഗ്ധരായ ഒത്തിരിയേറെ ആളുകൾ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നുണ്ട്. അവർ അതിവേഗം ആ സ്കെച്ച് വരച്ചുണ്ടാക്കി. ആ ആള് തൊപ്പി വെച്ചിരിക്കുകയായിരുന്നു, മാസ്ക് വെച്ചിരിക്കുകയായിരുന്നു, ഫുൾ സ്ലീവ് ആണ്. ഇതൊക്കെ ഓട്ടോക്കാരന് നല്ല ഓർമ്മയുണ്ട്. പക്ഷെ ഇതൊന്നും വെച്ചിട്ടല്ലല്ലോ ഒരു സ്കെച്ച് വരച്ചെടുക്കേണ്ടത്. ഓട്ടോക്കാരൻ ഓർമ്മയിൽ നിന്ന് പറഞ്ഞ ബാക്കി സംഭവങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഒരു ചിത്രം സ്കെച്ച് വരയ്ക്കുന്ന ആളുകൾ തയ്യാറാക്കി. സ്കെച്ച് കിട്ടുമ്പോൾ പോലീസിന് ഒരു കാര്യം കൂടി അറിയാം. അയാള് തമിഴ് ഭാഷയാണ് സംസാരിച്ചിരുന്നത്. മാതൃഭാഷ തമിഴായതോ അല്ലെങ്കിൽ തമിഴ് നന്നായി സംസാരിക്കുന്നതോ ആയ ഒരു അന്യദേശ തൊഴിലാളിയാണ് തന്റെ ഓട്ടോയിൽ കയറിയെന്നുള്ള കാര്യത്തിൽ ഓട്ടോക്കാരുടെ സംശയമൊന്നുമില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആ സ്കെച്ചുമായി ഒരുപാട് കടകളെ സമീപിച്ചു, പ്രത്യേകിച്ചും ചായക്കടകളെ. ചായക്കടയിൽ ജോലി ചെയ്യുന്ന ആളാണ് അയാളെന്ന് അയാൾ ഓട്ടോക്കാരോട് പറഞ്ഞിരുന്നതാണല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ അമ്പലമുക്ക്, പേരൂർക്കട, അതുപോലെ കവടിയാർ, വെള്ളയമ്പലം തുടങ്ങിയ എല്ലാ മേഖലകളിലും പോലീസ് എല്ലാ ചായക്കടകളിലും കയറുകയാണ്. ഇതിനൊപ്പം തന്നെ പോലീസിന്റെ മറ്റൊരു സംഘം അന്യദേശത്തു നിന്ന് വന്ന് കൂട്ടമായി താമസിക്കുന്ന ആളുകളുടെ ആ താമസ സ്ഥലത്തേക്ക് ചെന്ന് അവിടെ ആ ഫോട്ടോ കാണിച്ച് അവിടെയുള്ള ആർക്കെങ്കിലും ആ ആള് പരിചയം കൊണ്ടുവന്ന് തിരക്കുന്ന പ്രക്രിയയും തുടങ്ങി. പേരുകുടയ്ക്ക് ചുറ്റുമായിട്ട് ഒരുപാട് അത്തരത്തിലുള്ള താമസ സ്ഥലങ്ങളുണ്ട്. അവിടേക്ക് ശരിക്കും അരിച്ചു പിറക്കിയുള്ള ഒരു അന്വേഷണമാണ് പോലീസ് നടത്തിയത്. ഇതിനൊപ്പം തന്നെ ബസ് സ്റ്റാൻഡുകളും റെയിൽവേ സ്റ്റേഷനും പരിശോധനയ്ക്ക് വിധേയമാക്കി. ഇയാള് തിരുവനന്തപുരം നഗരം വിട്ട് മറ്റെങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ. അങ്ങനെ പോവുകയാണെങ്കിൽ സ്വാഭാവികമായി ഉപയോഗിക്കാൻ സാധ്യതയുള്ളത് ഓട്ടോറിക്ഷയും ബസ്സും ട്രെയിനും ഒക്കെ അല്ലേ. ആ സാഹചര്യം മനസ്സിൽ കണ്ട പോലീസ് സ്വാഭാവികമായിട്ടും അവരുടെ കയ്യിലുള്ള സ്കെച്ചുമായി സകല ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിനെയും അതുപോലെ ബസ് സ്റ്റാൻഡുമായി കണക്ട് നിൽക്കുന്ന ആളുകളെയും അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ സ്ഥിരം യാത്ര ചെയ്യുന്ന ആളുകളെയും റെയിൽവേ സ്റ്റേഷനിലെ പോർട്ടേഴ്സിനെ ഉൾപ്പെടെ സമീപിച്ചു. പോലീസ് തിരുവനന്തപുരം നഗരത്തെ അരിച്ചു പറക്കുകയാണെന്ന് പറയാം. പട്ടാപ്പകൽ സകലരും ഞെട്ടിച്ചുകൊണ്ട് നടന്നിരിക്കുന്ന കൊലപാതകമാണല്ലോ. എല്ലാ മേഖലയിലും അരിച്ചു പറക്കുന്നതിനിടയിൽ പോലീസ് സ്റ്റേഷന് നേരെ എതിർവശത്തുള്ള കുമാർ ടീ സ്റ്റാളിലും പോലീസ് സ്വാഭാവികമായിട്ടും കയറി. എന്തായാലും പോലീസ് സ്റ്റേഷന് എതിർവശത്തുള്ള ചായക്കടയെ ഒഴിവാക്കുന്നത് ശരിയല്ലല്ലോ. അവിടെ ആ ചിത്രം കാണിച്ച് അവിടെയുള്ള കടക്കാരനോട് ആ ചിത്രത്തിൽ കാണുന്ന ആളെ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ ആ ചിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നതാണ് പോലീസ് കണ്ടത്. ആ ചായക്കടക്കാരൻ ശരിക്കും ആ ചിത്രത്തിലേക്ക് വീണ്ടും വീണ്ടും സൂക്ഷിച്ചു നോക്കുന്നുണ്ടപ്പോൾ പോലീസ് ആ ചായക്കടക്കാരനെ ചോദിച്ചു, എന്താ ഇയാളെ കണ്ടിട്ടുണ്ടോ? സർ, ഇയാളാണോ എന്ന് അറിയത്തില്ല, പക്ഷേ ഒരാള് ഇവിടെ ജോലി ചെയ്തിരുന്നു ഇതേ ശൈലിയിലുള്ള. സർ, വേറെ ഏതെങ്കിലും ചിത്രമുണ്ടോ ഇയാളുടേത്? അങ്ങനെ കടക്കാരൻ ചോദിച്ചതും CCTV വിഷ്വൽ കയ്യിലുള്ള ആ പോലീസുകാരൻ അയാളുടെ മൊബൈലിൽ ആ CCTV വിഷ്വൽ ആ കടക്കാരനെ കാണിച്ചു. CCTV വിഷ്വലിൽ ക്യാപ്പ് വെച്ച് മാസ്ക് ധരിച്ച് ഫുൾ സ്ലീവ് ഉള്ള ഒരാളുടെ ചിത്രമാണ് ഉള്ളത്. ആ ചിത്രവും ആ രേഖാചിത്രവും മാറി മാറി നോക്കിയ ആ കടക്കാരൻ പോലീസിനോട് പറഞ്ഞു, സർ, രാജേഷ് എന്ന പേരുള്ള ഒരാള് 1-2 ആഴ്ച ഇവിടെ ജോലി ചെയ്തിരുന്നു. അയാളുടെ ഒരു കട്ട് ഈ കാണുന്ന ആൾക്കുണ്ട്. പക്ഷെ രാജേഷ് ആണോ അതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട് സർ, ഈ കൊല നടന്ന ദിവസം ഏകദേശം ഉച്ചയ്ക്ക് മുമ്പ് അവൻ ഇവിടുന്ന് പോയിരുന്നു. ഉച്ച കഴിഞ്ഞിട്ട് അവൻ ഇവിടെ മടങ്ങി വരികയും ചെയ്തിരുന്നു. അപ്പോഴ് അവന് എന്തോ പരിക്കുള്ളത് പോലെ എനിക്ക് തോന്നുകയും ചെയ്തു. അന്ന് അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് പോയായിരുന്നു. പിന്നെ അവനെ കണ്ടിട്ടില്ല സർ. രാജേഷ് എന്ന ആ വ്യക്തി ഏകദേശം 2 ആഴ്ചയോളമാണ് ആ കടയിൽ പണിയെടുത്തിരുന്നത്. പണിയെടുക്കുന്ന സമയത്തൊക്കെ അയാൾ മാസ്ക് ധരിക്കുമായിരുന്നു. കൊറോണ ടൈം ആയതുകൊണ്ട് എല്ലാ ആളുകളും മാസ്ക് ധരിക്കുന്ന ശീലമുള്ളത് കൊണ്ട് തന്നെ ആളുകൾക്ക് അയാളുടെ മുഖം അത്ര കൃത്യമായിട്ട് അറിയത്തില്ല. ഉടമയ്ക്ക് മാത്രമല്ല, ആ ടീ സ്റ്റോളിൽ വർക്ക് ചെയ്യുന്ന ബാക്കി ആളുകൾക്കും ഈ രാജേഷിന്റെ മുഖം അങ്ങനെ അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. എന്നാലും ഒരു കാര്യം അവരെല്ലാവരും പറയുകയാണ്, ആ CCTV കാണുന്ന ആളിന്റെ ആ ഒരു ബോഡി ലാംഗ്വേജും ആ രാജേഷിന്റെ ബോഡി ലാംഗ്വേജും തമ്മിൽ പൊരുത്തപ്പെടും പോലും ഒരു തോന്നൽ. പോലീസിന് ശരിക്കും നിർണായകമായ ഒരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് തോന്നിയതും പോലീസ് ആ ചായക്കടക്കാരനോട് ചോദിച്ചു, ഇയാളുടെ അഡ്രസ്സോ മറ്റ് എന്തെങ്കിലും വിവരങ്ങളോ ഉണ്ടോ? സാർ, ഇയാളുടെ ഫോൺ നമ്പർ ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് മാത്രമല്ല അയാളുടെ അഡ്രസ്സും ഉണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ആ കുമാർ ടീ സ്റ്റാളിന്റെ ഉടമ ആ രാജേഷിന്റെ ഫോൺ നമ്പറും അതുപോലെ അയാളുടെ അഡ്രസ്സും എടുത്തു. ആ അഡ്രസ്സ് എടുത്തപ്പോഴാണ് പോലീസിന് ഒരു കൺഫ്യൂഷൻ. ഇവർ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് രാജേഷ് എന്നാണ്, പക്ഷെ അഡ്രസ്സിൽ കാണുന്നത് രാജേന്ദ്രൻ എന്ന പേരാണ്. നിങ്ങൾ പറഞ്ഞത് രാജേഷ് എന്നല്ലേ, പക്ഷെ ഇവിടെ എന്താ രാജേന്ദ്രൻ എന്നല്ലേ എഴുതിയിരിക്കുന്നത്? സാർ, അയാളുടെ യഥാർത്ഥ പേര് രാജേന്ദ്രൻ എന്നാണ്, പക്ഷെ അയാൾ എല്ലാവരും വിളിക്കുന്ന രാജേഷ് എന്നാണ്. അയാളെ തന്നെ ഞങ്ങൾ പരിചയപ്പെടുത്തിയതും രാജേഷ് എന്ന് പറഞ്ഞിട്ടാണ്. കുമാർ ടീ സ്റ്റാളിന്റെ ഉടമ മാത്രമല്ല ബാക്കിയുള്ള ജോലിക്കാരും ആ കാര്യം ഉറപ്പിച്ചു പറഞ്ഞതും പോലീസ് ആ അഡ്രസ്സ് കളക്ട് ചെയ്തു. അയാളുടെ അഡ്രസ്സ് കന്യാകുമാരി ജില്ലയിലാണ്. കന്യാകുമാരി ജില്ലയിലെ തോവാളയിലാണ് അയാളുടെ വീടിന്റെ അഡ്രസ്സ് ഉള്ളത്. ഈ വിവരം കിട്ടുമ്പോഴേക്കും ഫെബ്രുവരി 10 ആയി. ഫെബ്രുവരി 11 രാവിലെ തന്നെ
സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു 6 അംഗ സംഘം തിരുവനന്തപുരത്ത് നിന്ന് നേരെ തോവാളയ്ക്ക് തിരിച്ചു. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ തോവാളയിലെത്തിയ ആ സംഘത്തിന് ഈ രാജേന്ദ്രന്റെ വീട് കണ്ടുപിടിക്കാനോ രാജേന്ദ്രനെ അവിടെ നിന്ന് പോക്കാനോ അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. രാജേന്ദ്രനെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഒരു കാര്യം പോലീസ് അറിയുന്നത്. അയാൾ ശരിക്കും പരോളിൽ ആയിരുന്ന സമയത്താണ് ഇവിടെ പേരൂർക്കടയിൽ ചായക്കടയിൽ ജോലി ചെയ്തിരുന്നത്. പരോളിലായിരുന്നു എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം അയാൾ ജയിലിലായിരുന്നു. എന്തിനായിരുന്നു ജയിലിൽ എന്നുള്ള ചോദ്യത്തിന് ഒരു കൊലക്കുറ്റത്തിന്റെ ഭാഗമായിട്ട് ജയിലിലായി എന്നുള്ള മറുപടിയാണ് കിട്ടുന്നത്. ആ വിവരം കിട്ടിയതും രാജേന്ദ്രനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ പോലീസ് കളക്ട് ചെയ്തു തുടങ്ങി. രാജേന്ദ്രനെ കുറിച്ചുള്ള വിവരം ശേഖരിച്ച പോലീസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ്. ഈ രാജേന്ദ്രന്റെ വീടിനടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്ത് രാജേന്ദ്രൻ ശരിക്കും ഒരു ക്രിമിനൽ കുറ്റം നടത്തി ജയിലിലായിട്ട് അധികം നാളായിട്ടില്ല. അവിടെ സുബയ്യ എന്ന പേരുള്ള ഒരു കസ്റ്റംസ് ഓഫീസർ ഉണ്ടായിരുന്നു. ആ സുബയ്യയും അയാളുടെ ഭാര്യയും അയാളുടെ മകളെയും കൊലപ്പെടുത്തി ആ വീട്ടിൽ നിന്ന് ആഭരണം മോഷ്ടിച്ച കേസിന് രാജേന്ദ്രൻ ഇത്ര നാൾ ജയിലിലായിരുന്നു. ആ കേസിന്റെ വിചാരണ നടക്കുന്നേ ഉള്ളൂ. ആ വിവരങ്ങൾ ശേഖരിച്ചപ്പോഴാണ് പോലീസിന് ആ കാര്യം മനസ്സിലായത്. സത്യത്തിൽ രാജേന്ദ്രൻ പരോളിൽ നിൽക്കുകയല്ല, ജാമ്യത്തിൽ നിൽക്കുകയാണ്. അയാളുടെ ആ കേസിന്റെ വിധി വന്നിട്ടില്ല എന്നർത്ഥം. ഈ രാജേന്ദ്രൻ ഒരു സീസൺഡ് ക്രിമിനലാണോ എന്നറിയാനുള്ള ഒരു അന്വേഷണം രാജേന്ദ്രനെ കുറിച്ച് നമ്മുടെ പോലീസ് നടത്തി. അപ്പോഴാണ് തികച്ചും അമ്പരപ്പിക്കുന്ന ഇൻഫർമേഷൻ പോലീസും തേടിയെത്തുന്നത്. രാജേന്ദ്രൻ ഒരു ഡബിൾ എംഎക്കാരനാണ്. അയാൾ ശരിക്കും ഒരു ബുദ്ധിശാലിയായ വ്യക്തി തന്നെയാണ്. അയാൾക്ക് ഒരു തരത്തിലുള്ള ദുശ്ശീലങ്ങളുമില്ല. ഒരു തരത്തിലുമുള്ള ദുശ്ശീലമില്ലാതിരുന്ന രാജേന്ദ്രന് പക്ഷേ ഇടയ്ക്ക് ഷെയർ ട്രേഡിങ്ങിൽ കമ്പം ഉണ്ടായി. ഷെയർ ട്രേഡിങ്ങിലേക്ക് അയാളുടെ കൈവശം ഉണ്ടായിരുന്ന പണം മുഴുവൻ വിനിയോഗിക്കുകയും അത് നഷ്ടമാവുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും കടം വാങ്ങിച്ചും ഷെയർ ട്രേഡിങ്ങിൽ ഉപയോഗിച്ചു തുടങ്ങി. ആ കടം വീട്ടാൻ ഒരു മാർഗവുമില്ലാത്ത ശൈലിയിലേക്ക് അയാളുടെ ഷെയർ ട്രേഡിംഗ് ബിസിനസ് പൊളിഞ്ഞു. ഈ നാഗർകോവിൽ മേഖലയിൽ ഒത്തിരി ആളുകൾ ഷെയർ ട്രേഡിങ്ങിൽ വ്യാപൃതരാണ്. അതിന്റെ ഭാഗമാണ് നമ്മുടെ ഈ കഥാപാത്രമായ രാജേന്ദ്രൻ. ആ കടം വീട്ടാനായി കണ്ട എളുപ്പമാർഗം കസ്റ്റംസ് ഓഫീസർ സുബയുടെ വീട്ടിലെ സ്വർണവും പണവുമാണ്. ആ സ്വർണവും പണവും സുബയ്യ വെറുതെ കൊടുക്കൂല എന്നറിയാവുന്നതുകൊണ്ടാണ് അയാൾ സുബയും കുടുംബത്തെയും കൂളായിട്ട് അങ്ങ് തീർത്തത്. ഇത്രയും വിവരങ്ങളോട് കൂടിയാണ് രാജേന്ദ്രനെ കൊണ്ട് സിറ്റി പോലീസ് കമ്മീഷണറും ടീമും തോവാളയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തുന്നത്. ഇനിയാണല്ലോ വിനീത കൊലക്കേസുമായി ബന്ധപ്പെട്ട് രാജേന്ദ്രനെ ചോദ്യം ചെയ്യേണ്ടത്. രാജേന്ദ്രനാണ് കൊല നടത്തിയെന്നുള്ള ഏകദേശ ധാരണ പോലീസിനുണ്ട്. ആ കൊലയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടത് രാജേന്ദ്രന്റെ പക്കൽ നിന്നാണ്. പോലീസ് വളരെ വിശദമായ ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കി രാജേന്ദ്രനെ ചോദ്യം ചെയ്തു തുടങ്ങി. രാജേന്ദ്രൻ ആ ഫെബ്രുവരി 6-ാം തീയതിയിലെ സംഭവങ്ങൾ പതുക്കെ പോലീസിനോട് പറഞ്ഞു തുടങ്ങി. 2022 ഫെബ്രുവരി 6-ന് പേരൂർക്കട പോലീസ് സ്റ്റേഷന് എതിർവശത്തുള്ള കുമാർ ടീ സ്റ്റാളിൽ നിന്ന് രാവിലെ പുറത്തിറങ്ങിയതാണ് രാജേന്ദ്രൻ സ്റ്റേഷന് മുന്നിൽ നിന്ന് നടന്ന് പേരൂർക്കട ജംഗ്ഷനിലുള്ള ആളുകളേക്ക് അങ്ങനെ വീഴ്ചകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സ്ത്രീ പേരൂർക്കടയിൽ നിന്ന് അമ്പലമുക്കിലേക്ക് നടക്കുന്നത് രാജേന്ദ്രന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ശരിക്കും ആ സ്ത്രീയിലല്ല രാജേന്ദ്രന്റെ ശ്രദ്ധ പതിഞ്ഞത്, ആ സ്ത്രീയുടെ കഴുത്തിലുള്ള മാലയിലാണ്. പേരൂർക്കട ജംഗ്ഷൻ സാധാരണഗതിയിൽ ശരിക്കും തിരക്കുള്ള ഒരു ജംഗ്ഷനാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്ക് കുറച്ച് കുറവാണെന്ന് മാത്രം. പേരൂർക്കട നിന്ന് അമ്പലമുക്ക് ഭാഗത്തേക്ക് ആ സ്ത്രീ നടന്നു പോകുന്ന കണ്ടപ്പോൾ അവരിൽ നിന്ന് ഒരു നിശ്ചിത അകലത്തിൽ രാജേന്ദ്രൻ അവരെ ഫോളോ ചെയ്തു തുടങ്ങി. അവര് നടന്ന് അമ്പലമുക്ക് ജംഗ്ഷനിലെത്തി ആ സ്ത്രീ വലത്തോട്ട് ക്രോസ് ചെയ്തതും രാജേന്ദ്രനും വലത്തോട്ട് ക്രോസ് ചെയ്യാൻ ശ്രമിച്ചു. ആ സമയത്ത് രാജേന്ദ്രനും അവർക്കിടയിൽ ഒരു സംഭവം ഉണ്ടായി. അത് ട്രാഫിക് ലൈറ്റ് കത്തിയതും വാഹനങ്ങൾ വെള്ളയമ്പലം ഭാഗത്തു നിന്ന് പേരുക്കുടയ്ക്ക് ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ മൂവ് ചെയ്ത് തുടങ്ങി. ആ വാഹനങ്ങൾ മുഴുവൻ പോയതിനു ശേഷം മാത്രമാണ് രാജേന്ദ്രന് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റിയത്. റോഡ് ക്രോസ് ചെയ്ത് രാജേന്ദ്രൻ മുട്ടടയ്ക്ക് പോകുന്ന ആ റോഡിലേക്ക് നടന്നു വന്നപ്പോൾ ആ സ്ത്രീയെ കാണാനില്ല. അമ്പലമുക്ക് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു 75 മീറ്റർ കഴിയുമ്പോഴാണ് സാന്ത്വനം ജംഗ്ഷൻ. അവിടെ വെച്ച് റോഡ് കൃത്യമായി 3ആയിട്ട് പിന്നെയും തിരിയും. സാന്ത്വന ഹോസ്പിറ്റലിലേക്കുള്ള റോഡ്, MG കോളേജിലേക്കുള്ള റോഡ്, അതുപോലെ കുറവൻകുണത്തേക്കുള്ള റോഡ്. ഇതിൽ ഏത് റോഡ് വഴി ആ സ്ത്രീ പോയെന്നുള്ള കാര്യം രാജേന്ദ്രൻ അറിയില്ല. രാജേന്ദ്രൻ കൂടുതലൊന്നും ആലോചിക്കാതെ ഏറ്റവും ഇടതുവശത്ത് കണ്ട റോഡിൽ കൂടെ നടന്നു തുടങ്ങി. ഇടതുവശത്തെ റോഡ് എന്ന് പറയുന്നത് കുറവൻകുണ റോഡാണ്. ആ റോഡിന്റെ വലതു ഭാഗം വഴി രാജേന്ദ്രൻ പതുക്കെ നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ വലതു ഭാഗത്തുള്ള മതിലുകളുടെ മുകളിൽ കൂടി അകത്തേക്കൊക്കെ നോക്കിയാണ് രാജേന്ദ്രൻ നടക്കുന്നത്. രാജേന്ദ്രന്റെ മുന്നിലൂടെ കടന്നുപോയ സ്ത്രീ അവിടെ ഏതോ വീട്ടിലേക്ക് കയറി എന്നുള്ള ഒരു ഊഹമുണ്ട്. ആ സ്ത്രീയെ കണ്ടുപിടിച്ചാൽ ആ സ്ത്രീയുടെ കഴുത്തിൽ നിന്ന് മാല വലിച്ചു പൊട്ടിക്കാം. അതാണ് രാജേന്ദ്രന്റെ ടാർഗറ്റ്. രാജേന്ദ്രൻ അങ്ങനെ നടക്കുമ്പോഴാണ് വലതു ഭാഗത്ത് ചെടികൾ വിൽക്കുന്ന ഒരു നഴ്സറിയുടെ അടുത്ത് രാജേന്ദ്രൻ എത്തിയത്.
അവിടെ എത്തിയപ്പോൾ രാജേന്ദ്രന്റെ കണ്ണുകൾ സ്വാഭാവികമായിട്ടും മതിലിന് മുകളിൽ കൂടി അകത്തേക്ക് പതിഞ്ഞു. ചെടികൾക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന വിനീതയിൽ ആ സമയത്താണ് രാജേന്ദ്രന്റെ കണ്ണുകൾ പതിയുന്നത്. രാജേന്ദ്രൻ ഏതാനും നിമിഷ നേരം മതിലിന് മുകളിൽ കൂടി അകത്തേക്ക് നോക്കി അങ്ങനെ നിന്നു. അകത്ത് വിനീത അല്ലാതെ വേറെ ആരും ഇല്ല എന്ന് ഉറപ്പാണ്. രാജേന്ദ്രൻ റോഡിലോട്ട് നോക്കി. ഞായറാഴ്ചയാണ്, റോഡിൽ ആരുമില്ല. സമയം ഏകദേശം രാവിലെ 11 കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ രാജേന്ദ്രൻ ആ ഗേറ്റ് വഴി അകത്തേക്ക് കടന്നു. രാജേന്ദ്രൻ ശരിക്കും റോഡിൽ നിന്ന് ആ നഴ്സറിക്കുള്ളിലേക്ക് ഇറങ്ങാൻ വ്യക്തമായൊരു കാരണമുണ്ട്. റോഡിൽ നിൽക്കുമ്പോഴേ വെള്ളം നനച്ചുകൊണ്ടിരിക്കുന്ന വിനിതയുടെ കഴുത്തിലെ മാല അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അയാള് ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുറച്ചുകൊണ്ടാണ് ആ നഴ്സറിക്കുള്ളിലേക്ക് ഇറങ്ങിയത്. നഴ്സറിയിലേക്ക് ഒരാൾ നടന്നു വരുന്ന കണ്ടതും വെള്ളം നനയ്ക്കായിരുന്ന വിനിത അത് മതിയാക്കിയിട്ട് ആ അപരിചിതന്റെ അടുത്തേക്ക് വന്നു. സാധാരണഗതിയിൽ പല ആളുകളും ചെടി വാങ്ങാൻ ആ നഴ്സറി വരുന്നതാണല്ലോ. എന്താ വേണ്ടെന്നുള്ള വിനീതയുടെ ചോദ്യത്തിന് ചെടി വാങ്ങാനാണ് വന്നതെന്ന് രാജേന്ദ്രൻ മറുപടി പറയുകയും ചെയ്തു. വളരെ മാന്യമായിട്ടാണ് രാജേന്ദ്രൻ സംസാരിക്കുന്നത്. അങ്ങനെ രാജേന്ദ്രൻ വളരെ മാന്യമായി വിനീതയോട് സംസാരിച്ചതും വിനീത ഓരോ ചെടികളായി രാജേന്ദ്രനെ കാണിച്ച് അതിൻ്റെ വിലകളും അതിൻ്റെ ഗുണഗണങ്ങളും ഒക്കെ രാജേന്ദ്രനോട് പറഞ്ഞു തുടങ്ങി. രാജേന്ദ്രനോട് വിനീത സംസാരിക്കുന്ന സമയത്തൊക്കെ രാജേന്ദ്രന്റെ ശ്രദ്ധ അവളുടെ കഴുത്തിൽ കിടക്കുന്ന മാലയിലാണ്. അനുയോജ്യമായ ഒരു അവസരത്തിൽ രാജേന്ദ്രൻ വലത് കൈകൊണ്ട് വിനീതയുടെ കഴുത്ത് പുറകിൽ നിന്ന് അങ്ങ് ചേർത്ത് പിടിച്ചു. പെട്ടെന്ന് ബലിഷ്ഠമായ ഒരു കൈ വിനീതയുടെ കഴുത്തിൽ അങ്ങനെ ചേർത്ത് പിടിച്ചതും അവളുടെ കാലുകൾ അവിടെ ഉണ്ടായിരുന്ന ചെടിച്ചിട്ടിൽ കയറി തട്ടി ചെടിച്ചിട്ടിൽ ഇളകി മുന്നോട്ട് വീണു. ഈ സമയത്ത് കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് രാജേന്ദ്രൻ വിനിതയുടെ കഴുത്തിലോട്ട് ആഞ്ഞൊരൊറ്റ കുത്തു. ഈ സമയത്ത് വിനിതയ്ക്ക് അലറി വിളിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. രാജേന്ദ്രൻ കുത്തിയത് അവളുടെ ഓക്കൽ കോഡിലാണ്. അത് രാജേന്ദ്രന്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഇതേ ശൈലിയിലാണ് അവിടെ തോവാളയിൽ രാജേന്ദ്രൻ ആ കസ്റ്റംസ് ഓഫീസറെയും ഭാര്യയും അയാളുടെ മകളെയും കുത്തിക്കൊല്ലുന്നത്. തികച്ചും അപ്രതീക്ഷിതമായി വിനിതയുടെ കഴുത്തിലേക്ക് ആഞ്ഞു കുത്തിയ രാജേന്ദ്രൻ വിനിതയെ കൊണ്ട് അടുത്തുള്ള ആ പ്ലാസ്റ്റിക് ഷെഡിനകത്തേക്ക് കയറി. അവിടെ ചെടികളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം കൂടിയാണ്. ആ ഷെഡിനകത്തേക്ക് കയറിയ രാജേന്ദ്രൻ അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തിയെടുത്ത് വീണ്ടും വിനിതയെ ആഞ്ഞുകുത്തി. ആ പ്ലാസ്റ്റിക് ഷെഡിനകത്ത് പുല്ല് ചെത്താനായി ഉപയോഗിച്ചിരുന്ന ആ ചെറിയ കത്തി കൊണ്ടാണ് അവസാനത്തെ 2 കുത്തും രാജേന്ദ്രൻ വിനിതയുടെ പുറത്ത് നടത്തിയത്. ആ കത്തി അയാൾ അവിടെയുള്ള ആ പൈപ്പിൽ കഴുകി വൃത്തിയാക്കി അവിടെ തന്നെ ഇട്ടു. അതിനുശേഷം രാജേന്ദ്രൻ വിനിതയുടെ കഴുത്തിൽ നടത്ത മാലയുമായിട്ട് പുറത്തിറങ്ങി ആ കത്തി തുടച്ച് വൃത്തിയാക്കി. ആ കത്തി വൃത്തിയാക്കിയ രാജേന്ദ്രൻ ആ നഴ്സറിയിൽ നിന്ന് എടുത്ത ഒരു തുണിയിൽ ആ കത്തി പൊതിഞ്ഞ് പാൻസിനുള്ളിലേക്ക് വെച്ചതിന് ശേഷം നടന്ന് വലതു ഭാഗത്തുള്ള മതിലിന്റെ മുകളിൽ കൂടി കയറി താഴെ ഇറങ്ങി ആ തുറസായ പെരടത്തിൽ കൂടി ക്രോസ് ചെയ്ത് മെയിൻ റോഡിലേക്ക് കയറി. മെയിൻ റോഡിൽ കൂടി രാജേന്ദ്രൻ നടന്ന് ആ സാന്ത്വന ജംഗ്ഷനിൽ വരുമ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ആ നഴ്സറിക്കുള്ളിലേക്ക് 11 മണി കഴിഞ്ഞ് 1-2 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് രാജേന്ദ്രൻ യഥാർത്ഥത്തിൽ കയറിയിരിക്കുന്നത്. 11:20 ആയപ്പോൾ തന്നെ സാന്ത്വന ജംഗ്ഷനിൽ രാജേന്ദ്രൻ മടങ്ങിയെത്തുകയും ചെയ്തു. ആ സാന്ത്വന ജംഗ്ഷനിലെ CCTV-യിൽ അതുകൊണ്ടാണ് 11 മണിക്കും 11:20-നും രാജേന്ദ്രന്റെ വിഷ്വൽ പതിയുന്നത്. അവിടെ അയാൾ നിൽക്കുമ്പോൾ അതുവഴി ഒരു ഓട്ടോ വന്നു. ഓട്ടോയെ അയാൾ കൈ കാണിച്ച് നിർത്തി. അയാൾ നേരെ മെഡിക്കൽ കോളേജിലേക്ക് എന്ന് പറഞ്ഞ് ആ ഓട്ടോയിൽ കയറി. പോകുന്ന വഴിക്ക് അയാൾ മുട്ടുള്ള ജംഗ്ഷനിൽ ഇറങ്ങി അവിടെ നിന്ന് തിരിച്ചു നടന്ന് ഇടതുവശത്തുള്ള കുളത്തിലേക്ക് എത്തി. ആ കുളത്തിൽ വന്ന് മുഖവും കൈയൊക്കെ കഴുകിയ അയാൾ സാവധാനം പാൻസിനകത്ത് സൂക്ഷിച്ചിരുന്ന കത്തിയെടുത്ത് ആ കുളത്തിനകത്തേക്ക് വലിച്ചെറിഞ്ഞു. രാജേന്ദ്രൻ അതിനുശേഷം അധികം സമയം കളയാതെ നേരെ തമ്പാനൂരിലേക്ക് പോവുകയും അവിടുന്ന് തമിഴ്നാട് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സിൽ കയറി നാഗർകോവിലിന് സമീപത്ത് കാവൽ കിണറിൽ ഇറങ്ങുകയും ചെയ്തു. അവിടെ ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് തങ്ങിയ രാജേന്ദ്രൻ സമീപത്ത് തന്നെയുള്ള ഒരു സ്വർണ്ണ പണയം എടുക്കുന്ന കടയിൽ കൊണ്ടുപോയി ആ മാല പണയം വെച്ചു. ആ പണയം വെച്ച് കിട്ടിയ പണവുമായി ആ ലോഡ്ജിൽ രാജേന്ദ്രൻ തങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്ന് പോലീസ് എത്തി രാജേന്ദ്രനെ അറസ്റ്റ് ചെയ്യുന്നത്. ശരിക്കും ഈ ദിവസത്തിനുള്ളിൽ ആ മാല പണയം വെച്ച് കിട്ടിയ കാശിൽ നിന്ന് 45,000 രൂപ ഈ രാജേന്ദ്രൻ ഷെയർ ട്രേഡിങ്ങിൽ മുടക്കുകയും ചെയ്തിരുന്നു. രാജേന്ദ്രന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അടിസ്ഥാനത്തിൽ പോലീസ് ആ സ്വർണ്ണപ്പണയ സ്ഥാപനത്തിൽ എത്തുകയും ആ മാല തിരിച്ചെടുക്കുകയും ചെയ്തു. പോലീസിന് ലഭിച്ച തൊണ്ടി മുതലാണത്. എല്ലാ തെളിവുകളും ശേഖരിക്കപ്പെട്ടതും അതിനടിസ്ഥാനത്തിൽ കേസ് കംപ്ലീറ്റ് ചെയ്തു. തിരുവനന്തപുരത്ത് സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചു. ഈ വിനിതയെ കൊന്ന കേസിൽ ശരിക്കും ദൃക്സാക്ഷികൾ ഇല്ല എന്നതാണ് സത്യം. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ആശ്രയിക്കാനുള്ളത് സാഹചര്യ തെളിവുകളും അനുബന്ധ സംഭവങ്ങളുമാണ്. ഫോറൻസിക് വിദഗ്ധർ അവിടെ ഉപേക്ഷിച്ചിട്ട് കടന്നുപോയ ആ കത്തിയിൽ നിന്ന് രാജേന്ദ്രന്റെ കൈയടയാളം ശരിക്കും വിദഗ്ധമായി തന്നെ കണ്ടെത്തിയിരുന്നു. അതൊരു നിർണായക തെളിവായി.
രാജേന്ദ്രൻ ആ നഴ്സറിക്കകത്ത് വന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവായി ആ കത്തിയാണ് മാറുന്നത്. അതേസമയത്ത് സാന്ത്വനം ജംഗ്ഷനിൽ 11 മണിക്ക് വന്ന രാജേന്ദ്രൻ 11:20 വീണ്ടും സാന്ത്വനം ജംഗ്ഷനിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ 11നും 11:20 ഇടയിലാണ് ആ കൊല നടന്നിരിക്കുന്നതെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടേഴ്സും സർട്ടിഫൈ ചെയ്തു. സ്വാഭാവികമായിട്ടും അത് ഒരു നിർണായക തെളിവായി മാറി. മൂന്നാമത്തത് ആ മാലയാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ തെളിവായി മാറിയത് ആ മാലയാണ്. ആ മാല വിനിതയുടെ ആണെന്ന് കൂടെ വർക്ക് ചെയ്തിരുന്ന സുനിതയും ആ നഴ്സറിയുടെ ഉടമയും മാത്രമല്ല, വിനിതയുടെ അച്ഛനും അമ്മയും കുടുംബക്കാരും ഒക്കെ തിരിച്ചറിഞ്ഞു. അവളുടെ ആകെയുള്ള സമ്പാദ്യങ്ങളിൽ ഒന്നാണല്ലോ ആ മാല. കോടതിയിൽ വിചാരണ നടന്നപ്പോൾ പ്രോസിക്യൂഷൻ 96 സാക്ഷികളെയാണ് കോടതിയിൽ ഹാജരാക്കിയത്. ദൃക്സാക്ഷികളില്ലാത്ത കേസായിട്ട് പോലും കിട്ടാവുന്ന എല്ലാ സാക്ഷികളെയും സംഘടിപ്പിക്കാൻ പ്രോസിക്യൂഷൻ വളരെ ബോധപൂർവം ഒരു ശ്രമം നടത്തിയിരുന്നു. ആ നഴ്സറിയിൽ വിനിതയ്ക്കൊപ്പമുള്ള സുനിതയും അതുപോലെ ആ നഴ്സറിയുടെ ഉടമയും സാന്ത്വനം ജംഗ്ഷനിലെ ആ ഓട്ടോക്കാരനും കുമാർ കഫേലെ ആ ഉടമയും അതുപോലെ തന്നെയാണ് കാവൽ കിണറിലെ ആ പണയം വെച്ച് സ്ഥാപനത്തിൻ്റെ ഉടമയും അവിടുത്തെ ജീവനക്കാരും എന്ന് വേണ്ട ഒരു വൻ നിര തന്നെ സാക്ഷികളായി പോലീസ് അവതരിപ്പിച്ചു. ഇതോടൊപ്പം തമിഴ്നാട്ടിൽ നിന്നുള്ള ഫോറൻസിക് വിദഗ്ധരെയും പോലീസുകാരെ വരെ കോടതിയിൽ എത്തിക്കുന്നതിൽ നമ്മുടെ പ്രോസിക്യൂഷൻ വിജയിച്ചു. രാജേന്ദ്രനെതിരെയുള്ള എല്ലാ സാക്ഷിമൊഴികളും കണക്ട് ചെയ്യത്തക്ക രീതിയിലുള്ള 222 തെളിവുകൾ കൂടി പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ആ തെളിവുകൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി 7 പെൻഡ്രൈവുകളിലാക്കി കോടതി സബ്മിറ്റ് ചെയ്തിരുന്നു. ആ പെൻഡ്രൈവുകളിൽ ആ തെളിവുകൾ കോടതിയിൽ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിഫൻസിന്റെ ലോയർക്ക് എതിർവാദം ഉന്നയിക്കാൻ കഴിയാത്ത ശൈലിയിൽ അടുക്കും ചിട്ടയുമായിട്ടാണ് തെളിവുകൾ അവതരിപ്പിക്കപ്പെട്ടത്. സ്വാഭാവികമായിട്ടും സെഷൻസിൽ പ്രോസിക്യൂഷനുടെ ഹാജരായ വക്കീല് ആവശ്യപ്പെട്ടത് രാജേന്ദ്രന് പരമാവധി ശിക്ഷ കൊടുക്കണമെന്നാണ്, അതായത് വധശിക്ഷ. രാജേന്ദ്രൻ ഓൾറെഡി 4 കൊലപാതകങ്ങൾ നടത്തിക്കഴിഞ്ഞു. കൊല നടത്തുന്നതിൽ ഒരു തരത്തിലുള്ള മാനസിക വിഷമമില്ലാത്ത ഒരു വ്യക്തിയാണ് രാജേന്ദ്രൻ. രാജേന്ദ്രന് ഏതെങ്കിലും കാരണവശാൽ ജാമ്യമോ പരോളോ കൊടുത്താൽ അയാൾ വീണ്ടും കൊല നടത്താനുള്ള സാധ്യതയുണ്ട്. അത് രണ്ടും ഒഴിവാക്കണമെങ്കിൽ രാജേന്ദ്രന് വധശിക്ഷ തന്നെ കൊടുക്കണം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും ജാമ്യവും ലഭിക്കത്തില്ല, പരോളും ലഭിക്കത്തില്ല. അതുകൊണ്ടുകൂടിയാണ് പ്രോസിക്യൂഷൻ വധശിക്ഷയ്ക്ക് വേണ്ടി കോടതിയിൽ അഭ്യർത്ഥിച്ചത്. തന്റെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട എല്ലാ സാക്ഷിമൊഴികളും തെളിവുകളും സസൂക്ഷ്മം പരിശോധിച്ച സെഷൻസ് ജഡ്ജ് ഈ 2025 ഏപ്രിൽ 10 വിനിത കൊലക്കേസിന്റെ വിധി പറഞ്ഞത്. സമാനതകളില്ലാത്ത കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. കൊല നടത്തിയെന്നുള്ള കാര്യം സമ്മതിക്കാത്ത ആ പ്രതി ശരിക്കും സമൂഹത്തിന് ഒരു ഭീഷണിയാണ്. അയാൾ തികച്ചും നിരപരാധിയായ ഒരു സ്ത്രീയെ അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തി സ്വർണം അപഹരിച്ച് അയാളുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയായിരുന്നു. ഇയാൾ സമൂഹത്തിലേക്ക് ഇനിയും മടങ്ങി വന്നാൽ സമൂഹത്തിൽ ദൂരവ്യാപകമായ ദുരന്ത ഫലങ്ങൾ ഉളവാക്കും. അതുകൊണ്ട് ഇയാളെ മരിക്കും വരെ തൂക്കാൻ ഞാൻ വിധിക്കുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സെഷൻസ് കോടതിയിലെ ആ വിധി പ്രസ്താവന ഉണ്ടാകുന്നത്. ശരിക്കും വളരെ അപൂർവമായിട്ടാണ് ആളുകൾക്ക് വധശിക്ഷ വിധിക്കപ്പെടുന്നത്. പക്ഷേ ഈ രാജേന്ദ്ര കേസിൽ വധശിക്ഷയിൽ കുറഞ്ഞ് ഒന്നും അയാൾ അർഹിക്കുന്നില്ല എന്നതാണ് സത്യം. 4 ആളുകളെ പണത്തിന് വേണ്ടി നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ അയാൾക്ക് ഇനി എത്ര കൊലപാതകം വേണമെങ്കിലും നടത്താനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെന്നുള്ളതാണ് സത്യം. ഇത്തരം ആളുകൾ സമൂഹത്തിന്റെ ശരിയായുള്ള നിലനിൽപ്പിന് അനിവാര്യരല്ല എന്ന സത്യം തിരിച്ചറിയാൻ കൂടി വേണ്ടിയാണ് ഈ കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇവിടെ ഈ കഥയുടെ തുടക്കത്തിൽ നിങ്ങൾ കേട്ടത് പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന ഒരു ഫോൺ കോളാണ്. അങ്ങനെ പല ശൈലിയിലും പോലീസ് സ്റ്റേഷനിൽ ഇൻഫർമേഷൻ എത്താറുണ്ട്. എന്നാൽ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരാൾ എത്തിയത് ഒരു സഞ്ചിയുമായിട്ടാണ്. ആ സഞ്ചിയുമായി എത്തിയ അയാൾക്ക് കാണേണ്ടത് ഡിസ്ട്രിക്ട് SP ആണ്. പോലീസ് സൂപ്രണ്ടിനോട് മാത്രമേ അയാൾ സംസാരിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് എത്തിയത്. പോലീസ് സൂപ്രണ്ടിന്റെ മുൻപിൽ ആ സഞ്ചിയുമായി വന്നിരുന്ന അയാൾ സൂപ്രണ്ടിനോട് സംസാരിച്ചു തുടങ്ങുമ്പോൾ ആ സഞ്ചി എടുത്ത് മേശപ്പുറത്ത് വെച്ചു. അതിനുശേഷം ആ സഞ്ചി തുറന്നു. ആ സഞ്ചിയിൽ വെട്ടിയെടുക്കപ്പെട്ട ഒരു തലയാണ് ഇരിപ്പുള്ളത്. ആ തലയുടെയും ആ വെട്ടിയെടുത്ത ആളിൻ്റെ കഥ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരുടെ മൈൻഡ് സെറ്റ് അത് ഏത് ശൈലിയിലാണ് പ്രതികരിക്കുക എന്ന് നമുക്കറിയില്ലല്ലോ. ആ കഥയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെയുള്ള ലിങ്കിൽ നോക്കുക. ഈ കാര്യം നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമൻറ്റിൽ ചെയ്യുക. താങ്ക് യു.